الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا لوالدينا لمشايخنا لأساتذتنا لمصنف الكتاب شارحه ومحشيه سائر المصنفين. أما بعد، فيقول المصنف رحمه الله: وأخرج أبو حنيفة ذلك عن القياس بكونه في معنى الحجر وسماه دلالة النص، وهو لا يخرج بذلك عنه. نعم. അബൂ ഹനീഫ ഇമാം തങ്ങള് അവര് പറഞ്ഞു, കല്ല് മതിയാവുന്നുള്ള ഹദീസ് മറ്റ് നജസിനെ വലിച്ചെടുക്കുന്ന താഹിറായ ജാമിദെല്ലാം മതിയാകും, മണ്ണും കട്ട പോലെ എന്നതിൻ്റെ മേലെ അറിയിക്കുന്ന അറിയിക്കല് അത് നസ്സിന്റെ അറിയിക്കല് തന്നെയാണ്. അതായത് കല്ല് മതിയാവുന്നുള്ള ഹദീസ് തന്നെ അതിന്റെ മേലെ അറിയിക്കും, ഖിയാസിന്റെ ആവശ്യമില്ല. ഏതുപോലെ മാതാപിതാക്കളോട് എന്ന് പറയരുത് എന്ന് പറഞ്ഞാല് അതിന് തല്ലരുത് എന്ന് കിട്ടുമല്ലോ. അതുപോലെ കെട്ടിക്കണ വെള്ളത്തിന് മൂത്രിക്കരുത് എന്ന് പറഞ്ഞാല് കുപ്പിയിൽ മൂത്രിച്ചാണ്ട് അതിൽ ഒഴിക്കും ചെയ്യരുത് എന്ന് കിട്ടുമല്ലോ. എന്നതുപോലെ കല്ലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കുന്ന നജാസത്തായ താഹിറായ ജാമിദൊക്കെ മതി എന്നുള്ളത് കല്ലിന്റെ ഹദീസ്, ആ ഹദീസ് തന്നെ എല്ലാം അറിയിക്കും, അത് ഖിയാസല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഷാരിയ പറയാണ്, അത് ദലാലത്തുന്നസ്സ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കല്ലല്ലാത്തത് ഖിയാസിനെ തൊട്ട് പുറപ്പെടൂല. കാരണം നഫ്സില് കല്ലേ പറഞ്ഞിട്ടുള്ളൂ. കല്ലല്ലാത്തത് മദീന്ന് മനസ്സിലാകുന്നത് എങ്ങനെ? അത് കല്ലിനോട് ഖിയാസാക്കിയിട്ടാണ്. എന്താ കല്ല് മതിയാകാനുള്ള കാരണം? അത് നജസിനെ വലിച്ചെടുക്കുന്ന താഹിറായ ജാമിദായതാണ്. അതിപ്പോ അതുപോലുള്ളതായിരിക്കുന്ന ആ ഷർഫക്കത്തെ ഏത് ജാമിദും പറ്റും എന്ന് എന്താണ് ഖിയാസാക്കിയിട്ട് തന്നെയാണ് കിട്ടുന്നത്, എന്നല്ലാതെ നസ്സതിന്റെ മേലെ അറിയിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ദലാലത്തുന്നസ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, ഖിയാസ് എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, സംഗതി ഖിയാസ് തന്നെയാണ്. അപ്പോ അത് എന്തിനുള്ള ഉദാഹരണമായി? റുഖ്സയില് ഖിയാസ് നടക്കുന്നതിനുള്ള ഉദാഹരണമായി. وقياس نفقة الزوجة على الكفارة في تقديرها على الموسر بمدين كما في فدية الحج، والمعسر بمد كما في كفارة الوقاع، بجامع أن كل منهما مال يجب بالشرع ويستقر في الذمة. പിന്നെ ഈ തഖ്ദീറാത്തിലെ ഖിയാസ് നടന്നതിന്റെ ഉദാഹരണം, പിന്നെ മൂസിർ ഭാര്യക്ക് കൊടുക്കേണ്ടത് 2 മുദ്ദാണ്, മുഅ്സിർ 1 മുദ്ദുമാണ് എന്നുള്ളത് ഖിയാസ് കൊണ്ടാണ് കിട്ടുന്നത്. കാരണം ഈ ഹജ്ജിലുള്ള കഫാറത്ത്, അതായത് ഒരാള് ഹജ്ജിന് ഉംറക്കൊക്കെ ഇഹ്റാം ചെയ്ത ശേഷം ഹറാം കൊണ്ട് ഹറാമായ ഏതെങ്കിലും ഒന്ന് ചെയ്താല് ഒന്നിരിക്കലും ആടറക്കുക, അല്ലെങ്കിൽ പിന്നെ 3 ദിവസം നോമ്പ് വെക്കുക, അല്ലെങ്കിൽ പിന്നെ ഹറമിലെ മിസ്കീന്മാർക്ക് 6 മിസ്കീന്മാർക്ക് 3 സാഴ് ഭക്ഷണം കൊടുക്കുക എന്ന്. അപ്പോ 6 മിസ്കീന്മാർക്ക് 3 സാകുമ്പോ ഓരോ മിസ്കീനും എത്ര ഉണ്ടാവും? 2 മുദ്ദുണ്ടാവും. അപ്പോ പിന്നെ മൂസിർ 2 മുദ്ദാണ് കൊടുക്കേണ്ടത്. മൂസിർ കൊടുക്കേണ്ട നഫഖന്റെ ഖദർ, അതിന്റെ അളവ്, അതിന്റെ കണക്ക് 2 മുദ്ദാണ് എന്നുള്ളത് അത് ഹജ്ജ് കഫാറത്തുൽ ഹജ്ജിനോട് ഖിയാസാക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ പറയും കഫാറത്തുൽ ഹജ്ജ് നിർബന്ധമാകുന്നത് 2 മുദ്ദാണ്,
അത് നിർബന്ധമാകാനുള്ള കാരണം അത് ശറഅ കൊണ്ട് നിർബന്ധമാവുകയും മുക്കല്ലഫിന്റെ ദിമ്മത്തിന് മുസ്തഖിറാവുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു സാമ്പത്തിക ബാധ്യതയാണ്. അതുപോലെ തന്നെയാണ് ഭാര്യന്റെ നഫഖ. അപ്പൊ അതും എന്താവണം, അതിന്റെ കണക്ക് 2 മുദ്ദാവണം. മൂസിറിന്റെ മേല്. പിന്നെ മുഅ്സിറിന് 1 മുദ്ദാണ് എന്നുള്ളത്, അത് ഒരാള് റമദാനില് നോമ്പ് ജിമാഅ കൊണ്ട് ബാത്തിലാക്കിയാല് അവിടെയുള്ള കഫാറത്ത് നമുക്കറിയാം. കഴിയുമെങ്കിൽ ഒരു മുഅ്മിനായ അടിമനയത്തില്ല. അതിന് കഴിഞ്ഞില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പ് വെൽക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് 60 പിന്നെ മുദ്, ഓരോ മിസ്കീനും ഓരോ മുദ് വീതം 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ കഫാറത്തുൽ ജിമാഅ് അതെത്രയാണ്? 1 മുദ്ദാണ് എന്നതുപോലെ മുഅ്സിറിന്റെ നഫഖ 1 മുദ്ദാണ്. അപ്പൊ ഇതും തഖ്ദീറിലുള്ളതായിരിക്കുന്ന ഒരു ഖിയാസാണ്. അതായത് ഈ ഖിയാസ് കൊണ്ട് സുബൂത്താവുന്നത് തഖ്ദീറാണ്, അളവാണ്. ഭാര്യന്റെ നഫഖ, ഭാര്യക്ക് കൊടുക്കേണ്ട നഫഖന്റെ അളവാ. അപ്പൊ ഇത് തഖ്ദീറാത്തിലുള്ള ഖിയാസിന് ഉദാഹരണമാണ്. അപ്പൊ അതറിഞ്ഞ ഖിയാസി നഫഖത്തി സൗജത്തി, ഭാര്യന്റെ നഫഖനെ കഫാറത്തി في تقديرها على الموسر بمدين كما في فدية الحج. ഫിദിയത്തുൽ ഹജ്ജ്, ഹജ്ജിന്റെ ഇടയിൽ ഇഹ്റാം കൊണ്ട് ഹറാമായ കാര്യങ്ങൾ, തലമറക്കെ, ചുറ്റിത്തുന്ന വസ്ത്രം ധരിക്കെ, സുഗന്ധദ്രവ്യം പൂശിയ ഒക്കെ ചെയ്താൽ നിർബന്ധമാകുന്നത് ഒരാൾക്ക് എത്രയാണ്? 2 മുദ്ദാണ് എന്നതുപോലെ മൂസിറിന്റെ ഭാര്യക്ക് മൂസിർ കൊടുക്കേണ്ടതായിരിക്കുന്ന മൂസിറിന്റെ മേൽ നിർബന്ധമാവുന്ന ചെലവ് 2 മുദ്ദാണ്. വൽ മുഅ്സിരി, പിന്നെ മുഅ്സിറിന്റെ മേലിൽ നഫഖ കണക്കാക്കി 1 മുദ്ദ് കൊണ്ട് കണക്കാക്കി കമാഫി കഫാറത്തിൽ വഖാഇ. 2 ഖിയാസ. ബിജാമിഇ അന്ന കുല്ല മിൻഹുമാ മാലുൻ യജിബു ബിശ്ശറഇ വയസ്തഖിറു ഫി ദിമ്മതി. واصل التفاوت من قوله تعالى لينفق ذو سعة من سعته. അപ്പോ അസുലു തഫാവുത്ത്, അതായത് മൂസിറിന്റെ ചെലവും മൂസിർ കൊടുക്കേണ്ട ചെലവും മുഅ്സിർ കൊടുക്കേണ്ട ചെലവും രണ്ടും ഒരേ അളവല്ല, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ്? അതിന് ഈ ആയത്താണ് തെളിവ്. ലിയുൻഫിഖ് ذو سعة من سعته, ഓരോരുത്തരും അവനവന്റെ പിന്നെ സഅത്തനുസരിച്ച് ഓരോരുത്തരും അവനവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നഫഖ കൊടുക്കേണ്ടതാണ്. അപ്പൊ എല്ലാരും മൂസിറിനും മുഅ്സിറിനും നഫഖ ഒരളവിലല്ല എന്ന അസ്ലു തഫാവുത്ത് ഈ ആയത്ത് കൊണ്ടാണ് സുബൂത്താവുന്നത് എങ്കിലും അതിന്റെ തഖ്ദീർ, അതിന്റെയും തഖ്ദീർ സുബൂത്താവുന്നത് ഖിയാസ് കൊണ്ടാണ്. ومنعه ابن عبدان ما لم يضطر إليه لوقوع حادثة لم يوجد نص فيها فيجوز القياس فيها للحاجة. ഇബ്നു അബ്ദാൻ എന്നവർ പറയാണ്, ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പാടില്ല നിർബന്ധിതാവസ്ഥ ഉണ്ടായാലല്ലാതെ. നിർബന്ധിതാവസ്ഥയിൽ എമർജൻസി ഘട്ടത്തിലല്ലാതെ എന്ത് ചെയ്യരുത്? ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിക്കാൻ പാടില്ല. ഖിയാസ് ഹുജ്ജത്താകൂല. ഈ ദറൂറത്തിന്റെ ഹാല് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞു, അതിന്റെ പിന്നെ ഹുക്മ് ആയത്തൊന്നും കിട്ടണില്ല, ഹദീസൊന്നും കിട്ടണില്ല, ഇജ്മാഅൊന്നും കിട്ടണില്ല, വേറെ ദലീലൊന്നുമില്ല, ഖിയാസ് ആക്കലേ നിവർത്തിയുള്ളൂ. സംഭവമാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ അവിടെ എന്താണ്? ദറൂറത്താണ്. അപ്പൊ ദറൂറത്ത് ഉണ്ടാണെങ്കിൽ 2 കാര്യം: ഒന്ന്, സംഭവം സംഭവിക്കണം; രണ്ടാമത്തത് ഖിയാസ് അല്ലാത്ത ദലീല് ഇല്ലാതിരിക്കണം. അപ്പോ ദറൂറത്തുണ്ട്, അപ്പോ പറ്റും, അല്ലെഞ്ഞാ പറ്റൂല. ലവഖൂഇ ഹാദിസത്തിൻ ലം യൂദൻ നസ്സുൻ ഫീഹാ, അതിലെന്തില്ല?
ഒരു നസ്സുല്ല എന്ന് പറഞ്ഞാല് നസ്സും ഖിയാസും ഇല്ല. നസ്സുല്ല പറഞ്ഞാൽ ആയത്തും ഇല്ല ഹദീസും ഇല്ല. ഇജ്മാഅ് നസ്സുപെട്ട തന്നെയാണ്. കാരണം നസ്സിന്റെ മേലിൽ എടുത്തതാണ് ഇജ്മാഅ്. മുജ്മിഈങ്ങളായ മുജ്തഹിദീങ്ങൾ ഒരു ഹുക്കുമിന്റെ മേലിൽ ഇജ്മാഅ് ആകണമെങ്കിൽ അതിലൊരു നസ്സ് ഉണ്ടാവും, ഒരു ആയത്തും ഹദീസൊക്കെ ഉണ്ടാവും. ഏതാന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇജ്മാഅ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇജ്മാഅന്നെ ഫീ നഫ്സിൽ ഹുജ്ജത്താണ്. എന്നാലും ഒരു നസ്സിന്റെ അടിസ്ഥാനത്തിൽ ഇജ്മാഅ് ഉണ്ടാവുക. ويجوز القياس فيها للحاجة بخلاف ما لم يقع، بخلاف ما أي بخلاف حادثة لم تقع أو بخلاف أمر لم يقع، فلا يجوز القياس فيه لانتفاع فائدته. قلنا فائدته العمل به فيما إذا وقعت تلك المسألة. അപ്പൊ സംഭവിക്കാത്തതില് ഖിയാസ് ഇനി ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനി എന്തെങ്കിലും സംഭവിച്ചാലോ വിചാരിച്ചാണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഖിയാസ് കൊണ്ട് ലക്ഷ്യം പിടിച്ച് അതിന്റെ ഹുക്കുമ് രേഖപ്പെടുത്തി വെക്കുക. അതില് ഫായിദ ഇല്ലാന്ന് അവര് പറഞ്ഞു. നമ്മള് പറയുന്നത് ഫായിദ ഇല്ലാന്ന് നമ്മൾ സമ്മതിക്കൂല. കാരണം അതിന്റെ ഫായിദ എന്താണ്? അത് സംഭവിക്കുന്ന സമയത്ത് ഈ ഖിയാസ് കൊണ്ട് അമൽ ചെയ്യലാണ്. പിന്നെ ومنعه قوم في الأسباب والشروط والموانع. ചിലരെന്ത് ചെയ്തു? ഖിയാസിനെ മൻഅ ചെയ്തു. അസ്ബാബില് ഖിയാസിനെ മൻഅ ചെയ്തു, ഷുറൂത്തില് മവാനിഅല്. അതായത് ഒരു വസ്തു ഒരു ഹുക്കുമിന്റെ സബബാണ് എന്ന് സുബൂത്തായി. അപ്പൊ അതിനൊരു കാരണം, എന്താ സബബാകാനുള്ള കാരണം? ആ കാരണം നമ്മള് ഇന്നതാണ് കാരണം മുജയ്ദ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ കാരണം വേറൊരു വസ്തുവിലുമുണ്ട്. അപ്പൊ അതും എന്താവണം? ഈ ഹുക്കുമിന്റെ കാരണമാവണം. അല്ലെങ്കിൽ ഒരു വസ്തു നസ്സു കൊണ്ട് ഒരു വസ്തു ഷർത്താണ്, ഒരു വിഷയത്തിന്റെ ഒരു ഇബാദത്തിന് ഷർത്താണ് എന്ന് തെളിഞ്ഞു. അപ്പൊ അതിന്റെ കാരണം നമ്മൾ പിടിച്ചാണ്ട് ഇക്കാരണം കൊണ്ടാണ് അത് ഷർത്തായത്, അപ്പൊ അതുപോലെ ഇതും ഷർത്താവണം എന്ന്. അതുപോലെ മാന്യ, ഒരു വസ്തു ഒരു ഹുക്കുമിന് മാന്യാണ്, അതുണ്ടായ ഹുക്കുമുണ്ടാവൂല, മാന്യാണ് എന്ന്. അപ്പൊ അതിന്റെ കാരണം മനസ്സിലാക്കി കണ്ട് എന്ത് ചെയ്യുക, അത് മാന്യായതിന്റെ കാരണം കൊണ്ടാണ്. അപ്പോ അത് ഇത് ആ കാരണത്തിലുണ്ടായത് കൊണ്ട് ഇതും മാന്യാവണം. ഇങ്ങനെ അസ്ബാബ് ഷുറൂത്ത് മവാനിഅയില് ഖിയാസ് പറ്റൂലേ? ഒരു കൂട്ടർ പറയാണ് അത് ഒരു വസ്തു സബബാണ് എന്നോ ഷർത്താണ് എന്നോ മാന്യാണോന്നോ ഖിയാസ് കൊണ്ട് സുബൂത്താക്കാൻ പറ്റൂല. ഖാലൂ, അവര് പറഞ്ഞു, അന്നൽ ഖിയാസ ഫിഹാ യുഖ്രിജുഹാ അൻ തകൂന കദാലിക്. അന്നൽ ഖിയാസ ഫിഹാ, കാരണം ഈ വിഷയങ്ങളിലൊക്കെ ഖിയാസ് അത് ആ വസ്തുക്കള് അങ്ങനെ ആകലിനെ തൊട്ട് ഉറപ്പടിക്കും. അതായത് സബബ് സബബല്ലാന്ന് വരും, ഷർത്ത് ഷർത്തല്ലാന്ന് വരും, മാന്യ അല്ലാന്ന് വരും ഖിയാസാക്കിയിട്ടുണ്ടെങ്കില്. ഇത് യകൂനുൽ മഅനൽ മുശ്തറകു ബൈനഹുമാ ബൈനഹാ വബൈനൽ മഖീസി അലൈഹാ ഹുവ സബബ് വശർത്ത് വൽ മാനി'. കാരണം ആ വസ്തുക്കളെ മേലിൽ നമ്മൾ ഖിയാസാക്കി കഴിഞ്ഞാൽ ആ വസ്തുക്കളെയും അതിന്റെ മേലിൽ ഏത് വസ്തുക്കളെയാണോ ഖിയാസാക്കുന്നത് ആ വസ്തുവിന്റെയും ഇടയിലുള്ള ഖദ്ർ മുശ്തറക്കാണ് സബബ്, ഖദ്ർ മുശ്തറക്കാണ് ഷർത്ത്, ഖദ്ർ മുശ്തറക്കാണ് മാനിഅ എന്ന് വരും. അപ്പൊ ഈ വസ്തു എന്തല്ല, അത് അതിന്റെ ഖുസൂസിന് വേണ്ടി അത് ഷർത്തല്ല, മാനിഅ അല്ല, അതല്ല മാനിഅ. അതിന്റെ മറ്റേതിന്റെ ഇടയിലുള്ള ഖദ്ർ മുശ്തറക്കാണ് ഷർത്ത്, സബബ്, മാനിഅ എന്ന് വരും. അപ്പൊ ഇതൊന്നും അങ്ങനെ. അപ്പോ അതില് ഖിയാസ് നടന്നാല് ആ വസ്തുക്കളൊന്നും അങ്ങനെയല്ല എന്ന് വരും. ഇത് യകൂനുൽ മഅനൽ മുശ്തറകു ബൈനഹാ വബൈനൽ മഖീസി അലൈഹാ ഹുവ സബബ് والشرط هو السبب والشرط والمانع. يكون المعنى المشترك بينها أي بين هذه الأشياء، بين هذه الأسباب والشروط والموانع.
وبين المقيس عليها وبين الأشياء التي قيست عليها يكون هو السبب والشرط والمانع لا خصوص المقيس عليه أو المقيس മക്കീസ് അലൈഹി മാത്ര അല്ലെങ്കിൽ മക്കീസ് മാത്രമല്ല, എൻ്റെ അടിയിലുള്ള ഖദർ മുശ്തറക്കാണ്. وأجيب بأن القياس لا يخرجها عما ذكر والمعنى المشترك فيه كما هو علة لها يكون علة لما ترتب عليها. അതിനുള്ള മറുപടി എന്താണ്? ഖിയാസ് അങ്ങനെ ആ വസ്തുക്കളെ അങ്ങനെ അല്ലാതാക്കും, മാനിഅനെ മാനിഅ അല്ലാതാക്കും, ഷർത്തിനെ ഷർത്തല്ലാതാക്കും, സബബിനെ സബബല്ലാതാക്കും. ഖിയാസ് എന്ന് നമ്മൾ സമ്മതിക്കൂല. ഖിയാസ് ഈ ഖദർ മുശ്തറക്ക് കാരണം ഈ ഖദർ മുശ്തറക്ക് എന്ത് ചെയ്യും? ഈ സബബാകാനുള്ള എന്താണ് കാരണമാണ്. പിന്നെ അതിന്റെ മേൽ തറത്തുപാവുന്ന ഹുക്കുമിന്റെയും കാരണമാണ്, രണ്ടിന്റെയും കാരണമാണ് എന്നാ വരിക. മിസാലുഹു ബിസ്സബബി ഖിയാസുൽ ലിവാത്തി അല സിനാ ബിജാമിഇ ഇലാജി ഫർജിൻ ഫീ ഫർജിൻ മുഹറമിൻ ശർഅൻ മുസ്തഹൻ തബഅ. ഷാരെ സബബിന്റെ ഉദാഹരണം മാത്രം പറഞ്ഞു, മാനിഅന്റെ ഉദാഹരണം പറഞ്ഞിട്ടില്ല, ഷർത്തിന്റെ ഉദാഹരണം പറഞ്ഞിട്ടില്ല. സബബിന്റെ ഉദാഹരണം എങ്ങനെയാ പറഞ്ഞത്? ഇപ്പോ സിന എന്ന് പറഞ്ഞാല് ഒരു ചങ്ങായി എന്ത് ചെയ്യാ, അവന്റെ ഹഷഫനെ ഒരന്യ പെണ്ണിന്റെ മുൻദ്വാരത്തിൽ പ്രവേശിപ്പിക്കലാണല്ലോ സിന. ആ സിന എന്തിന്റെ കാരണമാണ്? ഹദ് നിർബന്ധമാകാനുള്ളതായിരിക്കുന്ന കാരണമാണ്. അപ്പൊ അതിനോട് നമ്മൾ ഖിയാസാക്കുക. അതിപ്പോ ഒരു കാരണ, എന്തിന്റെ കാരണമാണ്? ഹദ് നിർബന്ധമാക്കാനുള്ള കാരണമാണ്. അതിനോട് നമ്മൾ ഖിയാസാക്കുക എന്തിനെ? ലിവാത്തിന്. ലിവാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചങ്ങായി അവന്റെ ഹഷഫനെ എന്ത് ചെയ്യുക, ഒരു ആണിന്റെ ദുബറിലോ അല്ലെങ്കിൽ അന്യ പെണ്ണിന്റെ ദുബറിലോ പ്രവേശിപ്പിക്കുന്നതിനാണ് ലിവാത്ത് പറഞ്ഞത്. അപ്പോ ലിവാത്തും എന്തിന് കാരണം തന്നെയാണ്? ഹദ്ദിന് കാരണം തന്നെയാണ്. അപ്പൊ ലിവാത്ത്, ഒരാൾ ലിവാത്ത് ചെയ്താൽ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, അല്ലെങ്കിൽ 100 അടിയടിക്കുകയും ഒരു കൊല്ലം നാടുകടത്തുകയും വേണം. എന്താണ് അതിന് നമ്മൾ പറയുന്നത്? അതിന്റെ കാരണം വ്യഭിചാരം, സിന ഹദ്ദിന്റെ സബബാകാനുള്ള കാരണം എന്താ? അത് ഒരു ശറഇൽ ഹറാമായതും പ്രകൃതിയാ ആശിക്കപ്പെടുന്നതുമായ ഒരു ഫർജിനെ കടത്തലാണ് എന്നുള്ളതാണ്. അപ്പോ അത് ആ കാരണം എവിടെയുണ്ട്? ലിവാത്തുലും ഉണ്ട്. അപ്പോ സിന ഹദ് നിർബന്ധമാകാനുള്ള കാരണമാണെങ്കിൽ ലിവാത്തും അതിന് കാരണമാവണം. അപ്പൊ ഇവിടെ ഒരു പറയാണ്, ഇപ്പൊ കണ്ടോട്, അപ്പൊ സിനിയല്ല കാരണം, ലിവാത്തും അല്ല കാരണം, സിനന്റെ കാരണമല്ല, സിനന്റെ ഖുസൂസും അല്ല കാരണം, ലിവാത്തിന്റെ ഖുസൂസും അല്ല കാരണം. അത് രണ്ടിന്റെ ആയിട്ടുള്ള ഖദർ മുശ്തറക്ക്, അതായത് ഈലാജു ഫർജിൻ ഫി ഫർജിൻ മുസ്തഹൻ തബഅൻ മുഹറമിൻ ശർഅൻ എന്ന് പറഞ്ഞ ഖദർ മുശ്തറക്കാണ് കാരണം. അപ്പൊ സിന കാരണമല്ല എന്ന് വന്നീലേ. അപ്പൊ അതിന് നമുക്ക് പറയാനുള്ളത് അത് വരൂല. ഈ ഖദർ മുശ്തറക്ക് അത് സിന കാരണമാകാനുള്ളതായിരിക്കുന്ന ഇല്ലത്താണ്. അതിനോടുകൂടെ ഹദ്ദിന്റെ ഇല്ലത്തും ആണ്, രണ്ടിന്റെ ഇല്ലത്താണ്. പിന്നെ അപ്പൊ ഫർജിൻ മുഹറമിൻ ശർഅൻ എന്ന് പറയാൻ കാരണം എന്താണ്? ശർഇല് ദാത്തിന് വേണ്ടി ഹറാമായ ഫർജ്. അപ്പോ അതല്ലാത്ത ഹറാമല്ലാത്ത, അല്ലെങ്കിൽ ഹറാം തന്നെ പക്ഷെ ദാത്തിന് വേണ്ടി ഹറാമല്ല, അങ്ങനത്തെ ഫർജിൽ ഇലാജ് ചെയ്താൽ അത് നിർബന്ധമാവില്ല. അപ്പൊ ഒരാൾ അവന്റെ ഭാര്യനെ സംയോഗം ചെയ്തു, അല്ലെങ്കിൽ അവന്റെ അമത്തിനെ സംയോഗം ചെയ്തു, എന്നാല് അത് എന്തല്ല, അത് കാരണല്ല. അതുപോലെ തന്നെ അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ അമത്ത് ഇഹ്റാം മുഹരിമത്തായ സമയത്തോളം സംയോഗം ചെയ്തു, അല്ലെങ്കിൽ അവള് നോമ്പ് വെച്ചതായ, ഫർദ് നോമ്പ് വെച്ചതായ, റമദാൻ നോമ്പ് വെച്ചതായ സമയത്ത്, അല്ലെങ്കിൽ ഹൈദുള്ള സമയത്ത്,
അതൊന്നും എന്തല്ല കാരണല്ല. കാരണം മുഹറം പറഞ്ഞാൽ മുഹറമുല്ലിദാത്തിഹി, അവിടെ ഫർജിന് ഹുർമത്ത് ഹാരിളായത്. അതുപോലെ മുസ്തഹൻ തബഅൻ, അപ്പൊ തബഅൻ മുസ്തഹല്ലെങ്കിൽ പ്രകൃതി ആശിക്കപ്പെടുന്നതല്ല. ഇപ്പൊ ഒരാള് ഒരു ബഹീമത്തിനെ ഒരു ഒരു മൃഗത്തിനെ സംയോഗം ചെയ്തു, അവിടെ ഹദ്ദില്ല. കാരണം തബഅ സലീമുള്ള ആരും എന്ത് ചെയ്യൂല, മൃഗത്തിനെ ആഗ്രഹിക്കൂല. അതുകൊണ്ടാണല്ലോ മൃഗം മനുഷ്യന്റെ മാതിരി മൃഗത്തിന് നമ്മൾ എന്ത് ചെയ്യണ്ട, തുണി എടുത്തു കൊടുക്കണ്ട. കാരണം അതിന്റെ പറുജി കണ്ടു വെച്ചിട്ട് ആർക്കും പൂതിയാവില്ല തബഅ സലീമുള്ളവർക്ക്. അപ്പൊ ഇതാണ് ഇപ്പൊ അതിന്റെ കാരണം. അതാണ് പിന്നെ ഇല്ലത്ത്, ഏത് സിന സബബാകാനുള്ള കാരണം. ആ ഇല്ലത്ത് എവിടെ ഉണ്ടായത് കൊണ്ട്, ഈ ലിവാത്തിലുള്ളത് കൊണ്ട് ലിവാത്തും ഹദ്ദിന്റെ കാരണമാവണം എന്ന് പറഞ്ഞാൽ ആ കിയാസ് കൊണ്ട് എന്താ സുബൂത്താകുന്നത്? ഒരു വസ്തു ഒരു ഹുക്കുമിന് സബബാണ് എന്നാണ് സുബൂത്താകുന്നത്. ഈ മാനേന്റെ ഉദാഹരണം എളുപ്പമാണ്. ഇപ്പോ നമ്മൾ വെക്കുക, ഒരു പിന്നെ ഹൈവ് നിസ്കാരം സഹിയാകലിന് മാനിയാണ് എന്നൊന്ന്, നിഫാസ് മാനിയാണ് എന്നിട്ട് വന്നിട്ടുമില്ല. എന്നാ അപ്പൊ അവിടെ നമ്മള് ഹൈവ് മാനിയാകാനുള്ളതായിരിക്കുന്ന കാരണം എന്താണ്? അത് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കുന്ന നജസായ കാരണമാണ്. എന്നാ അതുപോലെ തന്നെയാണ് നിഫാസ്. അപ്പൊ നിഫാസും എന്താവണം? അത് നിസ്കാരം സഹിയാകലിന് മാനിയാവണം എന്ന്. അതുപോലെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നിസ്കരിക്കുന്ന വ്യക്തിയുടെ വസ്ത്രം അല്ലെങ്കിൽ ശരീരം സാഹിറാകല് ഷർത്താണ്. അപ്പൊ അതിനോട് നമ്മൾ കിയാസാക്കും. അപ്പൊ അതുപോലെ എന്താണ് അത്, പിന്നെ നിസ്കരിക്കുന്ന സ്ഥലവും എന്ത് ശുദ്ധിയാവൽ ഷർത്താണ്. അപ്പൊ ഒരു ഷർത്തായ വസ്തുവിനോട് എന്ത് ചെയ്യുക, മറ്റൊന്നിനെ ഖിയാസാക്കുക. എന്തിനു വേണ്ടി? അതും ഷർത്താണ് തുബൂത്താകാൻ വേണ്ടി. ചിലരെന്ത് ചെയ്തു, പ്രധാന ഇബാദത്തുകൾ, മുഖ്യമായ ഇബാദത്തുകളിൽ ഖിയാസ് പറ്റൂല. അപ്പൊ ഇടപാടുകളിലൊക്കെ പറ്റും, ബൈഇലും ഇജാറത്തിലും തലാഖിലും നിക്കാഹിലും അതിലൊക്കെ പറ്റും. പക്ഷേ മുഖ്യമായ ഇബാദത്ത് നിസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ മുഖ്യമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ മുഖ്യമായ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് അത് അതിന്റെ യുക്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകാതെ അല്ലാഹു തആലാന്റെ കൽപ്പനയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കുന്ന പിന്നെ ഇബാദത്താണ് എന്ന് വ്യക്തമായ, ഇപ്പം നിസ്കാരം പോലെ. നേരെ മറിച്ച് ചില ഇബാദത്തുകൾ ഉണ്ടാവും. ആ ഇബാദത്ത് എന്താണ്? അത് ഇബാദത്ത് തന്നെയാണെങ്കിലും അതിന്റെ ഇല്ലത്തി നമുക്ക് അറിയും. ഇപ്പൊ ഉദാഹരണം കഫാറത്ത്. ഒരാള് എന്തെങ്കിലും വലിയ കുറ്റം ചെയ്ത ഒരു അടിമനെ എന്ത് ചെയ്യണം? അടിമനെ മോചിപ്പിക്കണം. അടിമനെ മോചിപ്പിക്കണത് വെറും കേവലം ഒരു ഇബാദത്തല്ല, അടിമനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ ഒരു മെമ്പർക്കും കൂടി മെമ്പർഷിപ്പ് കൊടുക്കുക. അടിമയായി നിന്നാലും ഓനെന്ത് ചെയ്യാൻ കഴിയൂല, സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പൊ ഓനാണ്ട് സ്വതന്ത്രനാക്കി വിടുക. അത് ഓനും ചെയ്യുന്ന ഉപകാരമാണ്, അതുപോലെ സമൂഹത്തിനും ചെയ്യുന്നതായിരിക്കുന്ന ഒരു ഉപകാരമാണ് എന്നുള്ളതാണ് ഇന്നിപ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ അത് ഇബാദത്ത് തന്നെയാണ്, കഫാറത്തെ ഇബാദത്ത് തന്നെയാണ്. പക്ഷെ ഉസൂലുള്ള ഇബാദത്താണ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് പിന്നെ ഭക്ഷണം കൊടുക്കല്, കുടുംബക്കാർക്ക് ഭക്ഷണം കൊടുക്കല്, മാക്കും പാപ്പാക്കും മക്കൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കല്, അത് ഇബാദത്ത് തന്നെയാണ്. പക്ഷെ തഅബ്ബുദ്, അതിന്റെ ഇല്ലത്ത് നമുക്ക് ളാഹിറാകാത്ത ഇബാദത്തല്ല. അങ്ങനത്തെ ഇബാദത്തിനാണ് ഉസൂലുൽ ഇബാദത്ത് തന്നെ. അപ്പോ മനഅഹു ഖൗമുൻ ഫീ ഉസൂലിൽ ഇബാദാത്ത് ഫനഫൗ ജവാസ സ്വലാത്തി ബിൽ ഇമായി അൽ മഖീസത്തി അലാ സ്വലാത്തിൽ ഖാഇദ്. ഹദീസിൽ വന്നേ, നിന്ന് നിസ്കരിക്കാൻ കഴിയൂലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക? കടന്ന് നിസ്കരിക്കുക.
അതിനും കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പിന്നെ ആംഗ്യം കാട്ടി നിസ്കരിക്കുക, സ്ഥലോണ്ട് ആംഗ്യം കാട്ടി. അതിന് കഴിഞ്ഞില്ലെങ്കിൽ കണ്ണോട് ആംഗ്യം കാട്ടി നിസ്കരിക്കുക എന്ന് പറഞ്ഞില്ലേ. ഈ ആംഗ്യം കാട്ടി നിസ്കരിക്കൽ ഇപ്പൊ നസ്സിൽ വന്നിട്ടില്ല. പക്ഷെ അത് എന്തിനോടാ നമ്മളെ കിയാസാക്കണത്? സലാത്തുൽ കായിദിനോട് കിയാസാക്കുകയാണ്. സലാത്തുൽ ഈമാ അത് പറ്റൂല. അപ്പോ ഹദീസിൽ വന്ന ആ മർത്തബ മാത്രം, ഏത് നിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കളിക്കുക, അത് അല്ലാതെ ഏത് ഒരു ആംഗ്യം കാട്ടിക്കാണ്ടുള്ള നിസ്കാരമില്ല എന്നവര് പറഞ്ഞത്. കാരണം അത് സുബൂത്താവുന്നത് ഏതുകൊണ്ടാണ്? അത് സലാത്തുൽ കായിദിനോട് കിയാസാക്കിയിട്ടാണ്. നിസ്കാരം എന്ന് പറയുന്നത് അത് ഉസൂലുൽ ഇബാദാത്താണ്. فنفوا جواز الصلاة بالإماء المقيسة على صلاة القاعد بجامع العجز. സലാത്തുൽ കായിദ് ഇരുന്ന് നിസ്കരിക്കൽ എന്താണ്? അത് പിന്നെ അനുഷ്ഠാൻ കഴിവില്ലാതെക്കലാണ്. അപ്പൊ ഈമാവ് അത് എന്താണ്? അതും സഹിയാവേണ്ടത് തന്നെയാണ്. കാരണം ഈമാ കൊണ്ട് നിസ്കരിക്കുന്നവൻ അവൻ ഇരുന്ന് നിസ്കരിക്കാനും കഴിവില്ലാത്തവനാണ്. قالوا لأن الدواعي تتوفر ولا نقل أصول العبادات وما يتعلق بها. കാരണം പ്രധാന ഇബാദത്തുകളും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയോ ചെയ്യുകയോ, റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ആരെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനാനുവാദം നൽകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാലക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന പ്രേരണകള് സഹാബത്തിന് ധാരാളമായി പൂർത്തിയായ പ്രേരണകൾ ഉണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ അത് എന്തായാലും ഒരു റിപ്പോർട്ട് ചെയ്യാക്കൂല. വാദമു നഖലി സലാത്തി എന്നതിനോടുകൂടെ ഈമാവ് കൊണ്ടുള്ള നിസ്കാരം എന്ത് ചെയ്തിട്ടില്ല? റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അത് യദുല്ലു അലാ ആദമി ജവാസിഹ, അത് ജായിസാവൂല എന്നതിന്റെ മേൽ അറിയിക്കും. ഫലായ സുബൂത്ത് ജവാസുഹ, അപ്പോ അത് ജായിസാണെന്ന് ഖിയാസ് കൊണ്ട് സുബൂത്താക്കാൻ പറ്റൂല. വദഫഉ ദാലിക ബിമൻഇഹി ളാഹിറുൻ. അപ്പറഞ്ഞത് അത് ദഫഅ ചെയ്യല്, അതിനെ റദ്ദ് ചെയ്യല് വളരെ വെക്കുക, മൻഇ ചെയ്താ മതി. നമ്മള് സമ്മതിക്കൂല എന്ത്? ഈമാവ് കൊണ്ടുള്ളതായിരിക്കുന്ന നിസ്കാരം അത് നഖല് ചെയ്യാത്തത് കൊണ്ട് അത് പറ്റൂല എന്ന് വരും നമ്മൾ സമ്മതിക്കൂല. അത് പറ്റുന്ന് വന്നിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കുള്ളൂ. പറ്റുന്ന എന്ത് നസ് കൊണ്ട് വന്നിട്ടില്ല, അത് റിപ്പോർട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് അത് പറ്റൂല എന്ന് വരും. അപ്പൊ കിയാസ് എന്ത് ചെയ്യും? ആ നസ് കൊണ്ട് സുബൂത്തായ കാര്യത്തിന് എതിരാവും ഈ കിയാസ് എന്ന് നമ്മൾ സമ്മതിക്കൂല. ശരിയാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ അത് ജായിദാണ് എന്ന് നസ് കൊണ്ട് റിവായത്ത് കൊണ്ട് സുബൂത്തായിട്ടില്ല. എന്നാൽ അത് പറ്റൂല എന്ന് സുബൂത്തായിക്കണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. അദമുൻ നഖലി എന്തിന്റെ മേലെ അറിയിക്കൂല? അദമുൽ ജവാസിന്റെ മേലെ അറിയിക്കൂല.